നമസ്കാരം. രാജ്യത്തെ വെല്ലുവിളിക്കേണ്ട, രാജിവെക്കില്ല. വിദ്യാർത്ഥികൾ വീണ്ടും തെരുവിൽ തന്നെ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ശനിയാഴ്ചയും രാജിവെച്ചില്ലെങ്കിൽ രാജ്യവ്യാപകമായിട്ടുള്ള പ്രക്ഷോഭം നേരിടേണ്ടി വരുമെന്ന് CJP സ്ഥാപകൻ അഭിജിത് ദിപ്കെ മുന്നറിയിപ്പ് നൽകിയത് കഴിഞ്ഞ ദിവസമായിരുന്നു. കുറ്റവാളിയായ ഒരു മന്ത്രിയാണോ രാജ്യമൊട്ടുക്കും തെരുവിലിറങ്ങിയ 25 ലക്ഷം ജനങ്ങളാണോ വലുത് എന്ന് സർക്കാർ തീരുമാനിക്കണമെന്ന് അഭിജിത് ദിപ്കെ പറയുകയും ചെയ്തിരുന്നു. ധർമ്മേന്ദ്ര പ്രധാന് വേണ്ടി ജന്തർ മന്ത്രിൽ ഇനിയും രക്തം ചീന്തരുത് എന്നും സോനം വാങ്ചുക്കിൻ്റെ നിരാഹാരവും വിദ്യാർത്ഥികൾ അനുഭവിച്ച അതിക്രമങ്ങളും പാഴാകില്ലെന്നും അഭിജിത്ത് പറയുന്നുണ്ട്. CJPക്ക് ഐക്യദാർഢ്യവുമായിട്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ തുടരുന്നുണ്ട്. അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്കെതിരെ സർക്കാർ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പ്രധാനമന്ത്രി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്നാൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കില്ല. നീറ്റ് വിവാദത്തിൽ വഴങ്ങാതെ മോദി സർക്കാരും വിടാതെ CJPയും മുന്നോട്ട് പോകുന്നുണ്ട്. രാജിവെച്ച് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നത് ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് എന്നും പ്രതീകാത്മകമായിട്ടുള്ള നടപടികൾക്ക് പകരം പരീക്ഷാ സമ്പ്രദായത്തിലെ പോരായ്മകൾ പരിഹരിക്കുവാനാണ് മുൻഗണന നൽകുന്നതെന്നും കേന്ദ്ര സർക്കാർ പറയുന്നു. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി എന്ന ആവശ്യം അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന ശക്തമായിട്ടുള്ള നിലപാടിലാണ് ഡൽഹി ജന്തർ മന്ത്രിൽ പ്രതിഷേധിക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടി എന്ന സംഘടന. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ചോദ്യമേ ഉദിക്കുന്നില്ല എന്നും ജനങ്ങൾ നൽകിയ ജനവിധി നിറവേറ്റാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലെ പ്രശ്നങ്ങൾ, അതായത് NTAയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് പോരായ്മകളുടെ കൃത്യമായിട്ടുള്ള പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് എന്നും തിരുത്തൽ നടപടികൾ ഉടൻ തന്നെ അവിടെ ആരംഭിക്കുമെന്നും സർക്കാർ അറിയിക്കുന്നു. കൂടാതെ പരീക്ഷാ തട്ടിപ്പുകൾ തടയുന്നതിനും കുറ്റക്കാർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ അത് സ്വീകരിക്കുന്നതിനും തിരുത്തൽ നടപടികൾ ഉടൻ നടപ്പിലാക്കുമെന്നും സർക്കാർ പറയുന്നു. കൂടാതെ പരീക്ഷാ തട്ടിപ്പുകൾ തടയുന്നതിനും കുറ്റക്കാർക്കെതിരെ കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്നതിനുമായിട്ട് ഒരു പുതിയ ബിൽ അടുത്ത ആഴ്ച പാർലമെൻറ്റിൽ അവതരിപ്പിക്കുമെന്നും ഇതിനുള്ള കരട് നിയമത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരുമായിട്ട് നടന്ന രണ്ടാം ഘട്ട ചർച്ചയിലും ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി വേണമെന്ന ആവശ്യം CJP ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. പ്രധാൻ്റെ രാജി ആവശ്യത്തിൽ ഇന്ന് ഉച്ചവരെ, അതായത് ശനിയാഴ്ച ഉച്ചവരെ സർക്കാർ സമയം ചോദിച്ചിട്ടുണ്ടെന്നും കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ് ഓഫ് ഇന്ത്യയിൽ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എന്തായിരിക്കും പുതുതായി നടക്കാൻ പോകുന്നതെന്ന് പറയുകയും ചെയ്യും. അതായത് ചർച്ചയിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ, PMO സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് എന്നിവരും CJPയെ പ്രതിനിധീകരിച്ച് ദേശീയ വക്താവ് സൗരവ് ദാസും ആശുതോഷ് റാങ്ക് എന്നിവരും പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിക്ക് പുറമെ പരീക്ഷാക്രമക്കേടിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകുക, പ്രതിഷേധക്കാർക്കെതിരെയുള്ള FIRകൾ പിൻവലിക്കുക, സൻസദ് ചലോ മാർച്ചിനിടെ പ്രതിഷേധക്കാർക്ക് നേരെയുണ്ടായിട്ടുള്ള പോലീസ് അതിക്രമത്തിൽ അധികൃതർ മാപ്പ് പറയുക എന്നിവയടക്കം CJP ആവശ്യപ്പെടുന്നുണ്ട്. സമാധാനപരമായി പ്രതിഷേധിച്ചവർക്കെതിരെ നടപടിയെടുക്കില്ല എന്നും നഷ്ടപരിഹാര വിഷയം തത്വത്തിൽ അംഗീകരിക്കുന്നുവെന്നും അറിയിച്ച സർക്കാർ മന്ത്രിയുടെ രാജിയുടെ കാര്യത്തിൽ മറുപടി നൽകാൻ ഇന്ന് ഉച്ചവരെ സമയം ചോദിക്കുകയും ചെയ്തു. പ്രതിഷേധങ്ങൾ ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടി എന്നോണം ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി വിനീത് ജോഷിയെ പഞ്ചായത്തി രാജ് മന്ത്രാലയത്തിലേക്ക് മാറ്റുകയും വകുപ്പുകളിൽ പുതിയ ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും ചെയ്തു. ഇതിനിടെ സർക്കാർ ഉറപ്പു നൽകിയതിനെ തുടർന്ന് പ്രമുഖ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് 26 ദിവസം നീണ്ട തൻ്റെ നിരാഹാര സമരം അവസാനിപ്പിച്ചു. NDAയും വിദ്യാഭ്യാസ മന്ത്രാലയവും ശക്തമായിട്ടുള്ള വിമർശനം നേരിടുമ്പോഴും മന്ത്രിയെ മാറ്റാതെ പരീക്ഷാ സമ്പ്രദായം പരിഷ്കരിക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം. എന്നാൽ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സമരം രാജ്യവ്യാപകമായിട്ട് ശക്തമാക്കുമെന്ന് തന്നെയാണ് CJPയുടെ മുന്നറിയിപ്പ്. അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കോക്രോച്ചിൻ്റെ ജനതാ പാർട്ടി നടത്തുന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നടത്തിയ 26 ദിവസത്തെ നിരാഹാര സമരം അത് അവസാനിപ്പിച്ചതിന് പിന്നാലെ തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾ അതിന് മറുപടിയുമായിട്ട് സാമൂഹ്യ പ്രവർത്തനമായിട്ടുള്ള സോനം വാങ്ചുക്ക് രംഗത്തെത്തിയത് കൗതുകമായി. അതായത് ദില്ലി ജന്തർ മന്ദിറിലെ തുറസായ വേദിയിൽ നിന്ന് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റപ്പെട്ട താൻ 26 ദിവസത്തെ കഠിനമായിട്ടുള്ള നിരാഹാരത്തിന് ശേഷവും ആത്മാർത്ഥത തെളിയിക്കേണ്ടതുണ്ടോ എന്നതാണ് വാങ്ചുക്കിൻ്റെ മറുചോദ്യം. വിഷമവും നിരാശയും അത്ഭുതവും കലർന്ന വികാരങ്ങളോടെയാണ് താൻ ഈ സന്ദേശം പങ്കുവയ്ക്കുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. നിരാഹാരത്തിലൂടെ തനിക്കുണ്ടായ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് വാങ്ചുക് വീഡിയോയിൽ പറയുകയും ചെയ്യുന്നു. നീണ്ട ഉപവാസം കാരണം പേശികൾ ക്ഷയിക്കുകയും ആന്തരാവയവങ്ങൾക്കും മസ്തിഷ്കത്തിനും തകരാറുകൾ സംഭവിക്കുന്നതിൻ്റെ വക്കിലെത്തുകയും ചെയ്തു എന്നുകൂടി അദ്ദേഹം പറയുന്നു. ഏകദേശം 11 കിലോയോളം ശരീരഭാരം കുറഞ്ഞു. കേന്ദ്രമന്ത്രിയായിട്ടുള്ള JP നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവരുടെ സാന്നിധ്യത്തിൽ വാങ്ചുക് ഉപവാസം അവസാനിപ്പിച്ചിരുന്നു. കേന്ദ്രമന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ സമരം അവസാനിപ്പിച്ചതിനെതിരെ ഉയർന്ന രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണങ്ങളെയും ഡീൽ ആരോപണങ്ങളെയും അദ്ദേഹം ഇപ്പോൾ തള്ളിക്കളയുന്നുണ്ട്. കേന്ദ്രമന്ത്രിമാർ വഴി സമരം അവസാനിപ്പിക്കുവാൻ എന്ത് കരാറാണ് ഉണ്ടാക്കിയത് എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. ഇനി തൻ്റെ സമരത്തിൻ്റെ പവിത്രത തെളിയിക്കുവാൻ ആരിൽ നിന്നെങ്കിലും സ്വഭാവ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതുണ്ടോ എന്ന് വാങ്ചുക് മറുചോദ്യം ഉന്നയിക്കുകയും ചെയ്യുന്നു.
ഡീലിലെത്താനാണെങ്കിൽ 1 മാസത്തോളം കൊടുംചൂടിൽ റോഡരികിൽ കിടന്ന് പട്ടിണി കിടക്കേണ്ട കാര്യമുണ്ടോ എന്നും എയർ കണ്ടീഷൻ ചെയ്ത മുറിയിലിരുന്ന് അത് ചെയ്യാമായിരുന്നില്ലേ എന്നുമൊക്കെ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും ചില സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട് വാങ്ചുക്, അത് പറയാതിരിക്കാൻ കഴിയില്ല. ഇവിടെ വിമർശനങ്ങൾക്കിടയിലും കഠിനമായിട്ടുള്ള ഈ സമയത്ത് തനിക്കൊപ്പം ഉറച്ചു നിന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് വാങ്ചുക് നന്ദി രേഖപ്പെടുത്തുമ്പോഴും ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ 26 ദിവസത്തിന് ശേഷം BJPയുടെ മന്ത്രിമാരുടെ മുമ്പിൽ നിന്ന് ഈ സമരം അവസാനിപ്പിച്ചത് എന്തിനാണ് എന്ന് താങ്കൾ പറയുന്ന മറുപടി ഈ പറയുന്ന സമരക്കാർക്കോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിനോ ദഹിക്കുന്നില്ല എന്ന് കൂടി പറയട്ടെ. എന്നാൽ ഇവിടെ വാങ്ചുക് ഉപവാസം അവസാനിപ്പിച്ചുവെങ്കിലും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് CJP വ്യക്തമാക്കുന്നുണ്ട്. ചോദ്യപേപ്പർ ചോർച്ച തടയാൻ സർക്കാർ ചില നിയമപരമായിട്ടുള്ള നടപടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ സമരം അവസാനിപ്പിക്കുന്നില്ലെന്ന നിലപാടിൽ തന്നെയാണ് CJP. സോനം വാങ്ചുക് സമരം പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ചതിനെ CJP പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നുവെന്നും ഉപവാസം അവസാനിപ്പിക്കുവാൻ തങ്ങൾ നിരന്തരം അഭ്യർത്ഥിച്ചിരുന്നുവെന്നും CJPയുടെ നേതാക്കളും പറയുന്നുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചാ കേസുകൾ കൈകാര്യം ചെയ്യാൻ നിയമപരിഷ്കാരം കൊണ്ടുവരുവാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം അത് സ്വാഗതാർഹമാണെങ്കിലും പ്രശ്നത്തിന് യഥാർത്ഥ പരിഹാരം വേണമെന്നാണ് CJPയുടെ നിലപാട്. വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയ്ക്ക് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മന്ത്രി രാജിവെക്കുന്നതുവരെ ജന്തർ മന്ത്രിലെ പ്രക്ഷോഭം ശക്തമായിട്ട് തുടരുമെന്ന് സംഘടന ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോഴും സംശയം ബാക്കിയാകുന്ന ഇത്രയേ ഉള്ളൂ, എന്തിനാണ് 26 ദിവസം ഈ പറയുന്ന വാങ്ചുക് നിരാഹാരം നടന്നത്? എന്തിനാണ് ഇപ്പോൾ ആ നിരാഹാര സമരമൊക്കെ പിൻവലിച്ച് സമരത്തിൽ നിന്ന് മാറി തിരികെ പോകുന്നത്? JP നദ്ദയും ജിതേന്ദ്ര സിംഗുമൊക്കെ എന്ത് വാഗ്ദാനങ്ങളാണ് വാങ്ചുക്കിന് നൽകിയത്? ഇത് ചോദിക്കുന്നത് പൊതുസമൂഹം ചോദിക്കും, അതിൽ സംശയപ്പെടേണ്ട. അത് നിങ്ങളുടെ ആത്മാർത്ഥതയെ ചിലപ്പോൾ ചോദ്യം ചെയ്യുന്നതായിരിക്കില്ല, പക്ഷേ നിങ്ങൾ കാണിച്ച ഈ നെറികേടിനെയോ വൃത്തികേടിനെയോ ചിലപ്പോൾ അറിയാതെ സംശയിക്കുന്നതായിരിക്കാം. എന്തായാലും ശരി, ഈ സമരം അവസാനിക്കില്ല. രാജ്യത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു സമരമല്ല ഇത്. പക്ഷേ രാജിവെക്കില്ല എന്ന് പറയപ്പെടുന്നത് ഈ വിദ്യാർത്ഥികളിലുള്ള ഒരു വെല്ലുവിളി തന്നെയാണ്. വിദ്യാർത്ഥികൾ വീണ്ടും തെരുവിലിറങ്ങുമ്പോൾ ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണാം.